ഹലോ ബട്ടർഫ്ലൈസ്, ഇറ്റ്സ് മീ ഒരു കുഞ്ഞു. അപ്പോൾ മൈ മാഫിയ ബോയുടെ എപ്പിസോഡ് 4 ഇതിൽ ഞാൻ സോങ് ഇട്ട് എക്സ്ചേഞ്ച് ചെയ്തേ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മൈ മാഫിയ ബോയുടെ എപ്പിസോഡ് 5 ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റോറി ഇട്ട് പോകാം. വാ. ഈ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടും, നീ ടെൻഷൻ ആകണ്ട. അല്ലടാ, 2 ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താ നിനക്കൊരു സങ്കടം? അത് ഇച്ചായ ശ്രീയുടെ ബർത്ത്ഡേ വരുമല്ലേ? അതിനെന്താ? എനിക്ക് അവളെ വിഷ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെന്താ? ഈ ചായ മറന്നോ? ഇവന് കൊറിയയിലോട്ട് പോകണ്ടേ, മീറ്റിംഗ് ഉള്ളതല്ലേ. ഓ അത് ശരിയാ, ഞാനതങ്ങ് മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം, നീ പോകണ്ട, ഈ ചായനെ പറഞ്ഞുവിടാം. അതൊരു നല്ലൊരു ഐഡിയ. ബട്ട് ക്രിസ്റ്റിച്ചായം പോകുമെന്ന് ചായന് തോന്നുന്നുണ്ടോ? അതൊക്കെ ഇച്ചായം പോകും, നീ ബാഗൊക്കെ പാക്ക് ചെയ്യണ്ട. ഓക്കെ ചായ. അവന്റെ സന്തോഷം കണ്ടില്ലേ, അവൻ ഹാപ്പിയായി. അതെ ശരി, ഞാൻ പോകാം, അവനോട് പറഞ്ഞേക്ക്. ഓക്കെ ചായ. ചേച്ചി, 2 ദിവസം കഴിഞ്ഞാൽ തനുവിന്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? പിന്നല്ലാതെ നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ? പ്ലാൻ ചെയ്യണം. ഇത് നമ്മൾ 3 പേര് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. എന്താണ് അടുക്കളയിൽ ഒരു ചർച്ച? ഒന്നുമില്ല ചായ. ചേട്ടത്തിയെ, ഈ ചായ നാളെ അങ്ങ് കൊറിയ പോകുവാണേ. എന്നതിന്? മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. അതിന് വിക്ടർ അല്ലേ പോകായിരുന്നത്? അതെ ചേട്ടത്തി, ഈ ചായ പോകാന്ന് പറഞ്ഞു, അതുകൊണ്ട് വിക്ടർ പോകുന്നില്ല. ഓ അല്ല ചായ, ടിവിചാനോടെ പോയി? അവൻ എന്തോ ആവശ്യത്തിന് പുറത്തു പോയേക്കുവാ. ഓ ഇത് എവിടെ നിന്നാ ഈ പാട്ട് കേൾക്കുന്നേ? വാ പോയി നോക്കാം. എടാ വന്നേ, അവിടെ എന്തോ പാട്ടൊക്കെ കേൾക്കുന്നു, വാ പോയി നോക്കാം. ചായ, വാ പോയി നോക്കാം. വിക്ടറേ, എന്താടാ താഴെ എന്റെ പാട്ട് കേൾക്കുന്നുണ്ടല്ലേ? അതെ, വാ പോയി നോക്കാം. ഇത് എവിടെ നിന്നാ ഈ പാട്ട് കേൾക്കുന്നേ? Rabbit Mix Master. Rabbit Mix Master. Rabbit Mix Master. Rabbit Mix Master.
ഇതെന്തോന്ന് കൂത്താട്ടം ഇത്? ആർക്കറിയാം? ഇവരിന്ന് വീട് മറിച്ച് വെക്കുമെന്നാ തോന്നുന്നേ. തോന്നലൊന്നും വേണ്ട ചായ, മിക്കവാറും ഈ വീട് മറിച്ച് വെക്കും. വിക്ടറെ തനുവിനെ പിടിച്ച് മാറ്റടാ, ഇല്ലെങ്കിൽ ഇവര് വീടെടുത്തിട്ട് തല തിരിച്ച് വെക്കും. ആ ഓക്കെ. ശ്രീ ഇച്ചായ വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ആ ബെസ്റ്റ്. പിടിച്ചു മാറ്റാൻ പോയവൻ ദോ പോയി കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നു. മോളെ തനു. മിത്രേച്ചി, മോളെ നിനക്ക് എന്താടി പറ്റിയത്? എനിക്ക് എന്ത് പറ്റാൻ, ഒന്നും പറ്റില്ല, ഞാൻ ഓക്കെയാണ്. അല്ല, നിന്റെ സംസാരത്തിന് എന്താ ഒരു രീതി വ്യത്യാസം? അതെ, ചേച്ചിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. എടാ അളിയാ, തനു കുപ്പി എടുത്ത് കുടിച്ചടാ. അടിപൊളിന്ന് നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. മോളെ തനു, നീ എന്തെങ്കിലും എടുത്ത് കുടിച്ചിട്ടുണ്ടോ? ചേച്ചി, ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇതാണ്ട് ഇതിലിരുന്നത് എടുത്ത് കുടിച്ചേ. ഈ കുപ്പി എവിടെ നിന്ന് കിട്ടി നിനക്ക്? ആരും ആണ് എനിക്ക് ഈ കുപ്പി എടുത്തോണ്ട് തന്നത്. ഈ കുരുക്കുകൾ എങ്ങനെയാടാ ആ കുപ്പി കണ്ടുപിടിച്ചേ? ആ എനിക്കറിഞ്ഞൂടാ. ആരോ ഫെലിക്സ്, എവിടെ നിന്ന് ഈ കുപ്പി കിട്ടി നിനക്ക്? ചായ, നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. അതെടാ വിക്ടറെ. വിക്ടറെ, ടെവിനെ, നിങ്ങളോട് പറഞ്ഞതല്ലേ ഞങ്ങൾക്കും കൂടെ കുപ്പി വാങ്ങി വെക്കാൻ? ഒറ്റയ്ക്ക് കുടിക്കാനല്ലേ നിങ്ങൾ നോക്കിയല്ലേ? നിങ്ങൾക്ക് ഇത് തന്നെ വേണം. അയ്യോ, അവന്മാരെ വഴക്കുറഞ്ഞ കൂടെ ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞല്ലേ. സോറിയുടെ മുത്ത, ഞാൻ വിഷയത്തിന് തെന്നിമാര്. സോറി സോറി സോറി. രണ്ടുപേരോടും ഞാൻ പറയുക, ഇനി ഇവിടെ കുപ്പി വാങ്ങി വെക്കരുത്. ഇല്ല ചായ, വാങ്ങി വെക്കുന്നില്ല. മോളെ റെസ്റ്റ് എടുക്ക്, ഇറങ്ങിയ എല്ലാരും. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? എനിക്ക് ഈ വിക്ടർ ജാന ഉണ്ടല്ലോ, ഒരുപാട് 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 ആ മനുഷ്യനെ എനിക്കിഷ്ടം. എൻ്റെ ജീവനായി മനുഷ്യൻ. മിത്രേച്ചി, എന്താ തനു? നമ്മളിങ്ങോട്ട് വന്നില്ലേ, അപ്പോഴേ എന്നോട് ഫ്രഷ് ആക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാനേ റൂമിൽ പോകുന്ന വഴിയില് ഈ ഉണ്ടല്ലോ, എന്നെ ഏതോ മുറിയിലോട്ട് വലിച്ച് എന്നിട്ടുണ്ടല്ലോ. ശ്രീ, മിണ്ടാതിരിടി മോളെ. ഞാൻ മിണ്ടും. വിക്ടറെ, മിണ്ടാതിരിക്കടാ. അവൾ എന്താന്ന് വെച്ചാ പറയട്ടെ. ഞാൻ പറയട്ടെ, അതിനെ മിണ്ടാതിരിക്കും. എന്നിട്ട് ഈ ഇച്ചാൻ എന്നെ കയറി കിസ് ചെയ്തു. പിന്നെ ഒരു ദിവസം ഞാൻ റൂമിൽ ഇരുന്നപ്പോളെ ഇജാൻ കയറി വന്നു. എന്നിട്ടുണ്ടല്ലോ ഈ ഇജാൻ എന്നെ കയറി പേടിച്ചു. എന്റെ കാര്യത്തിന് തീരുമാനാകുമല്ലോ എന്റെ കർത്താവേ. പിന്നെ ഒരു ദിവസം ഞാൻ കുളിക്കാൻ പോയപ്പോ ഉണ്ടല്ലോ ഈ ഇജാന് എന്റെ കൂടെ കയറി വന്നു. പിന്നെ ഒരു ദിവസം ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴേ ഈ റൂമിൽ നോക്കായിരുന്നു. എന്നിട്ട് എന്നെ പിടിച്ചിട്ട് ഒരുപാട് കിസ് ചെയ്തു എന്നെ. തീർന്നു. ഇന്ന് എന്റെ കാര്യത്തിന് തീരുമാനായി. അയ്യോ ചേട്ടത്തി, എന്നെ കൊല്ലല്ലേ. എനിക്കൊന്നും കേക്കണ്ട, ഞാൻ പറഞ്ഞല്ലേ ഇനി കുടിക്കരുതെന്ന്. അയ്യോ എന്റെ മോളെ, ഞാൻ അതിന് കുടിച്ച പോലില്ല, കുപ്പി മേടിച്ച് വെച്ചതേ ഉള്ളു. മോളെ സോറി, ഞാൻ ഇനി കുടിക്കുകയില്ല, കുപ്പി വാങ്ങത്തൂല. നമ്മൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞാണേ സത്യം. കുഞ്ഞിന്റെ മേലിലുള്ള സത്യം ചെയ്തോണ്ടല്ലോ മനുഷ്യൻ നിങ്ങൾ ഞാൻ കൊന്നുകളയും. ഓ സത്യം ഇടുന്നില്ല പോരെ. ഞാനാണേ സത്യം, ഞാൻ കുടിക്കൂല. ഇപ്പൊ സന്തോഷായില്ലേ? അമ്മയുടെ മോള് ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയോ? എന്നാ രസം ഉറങ്ങുന്നത് കാണാൻ. കൊച്ചുറങ്ങിയോടി? ആ ചായ, കൊച്ചുറങ്ങി. ഈ ചായ, മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഇങ്ങ് പോന്നേക്കണേ. ആടി, നീ പേടിക്കണ്ട. ഈ ചായ, എന്നാ കുട്ടികളെ, അവരുടെ കാര്യത്തിന് തീരുമാനാക്കണ്ടേ? തീരുമാനാക്കണം. ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് അവരെ പിടിച്ച് കെട്ടിക്കാൻ നോക്കാം. മോ ഉറങ്ങിയോടി? ആ ചായ, അവൻ ഉറങ്ങി. നിന്റെ മുഖത്ത് എന്താടി ഒരു സങ്കടം?
ഇച്ചായ ഞാൻ തനുവിന്റെ കാര്യം ആലോചിക്കുമായിരുന്നു. എന്റെ മിത്രേ, നീ സങ്കടപ്പെടാതെ. വിക്ടറിനെയും തനുവിനെയും എത്രയും പെട്ടെന്ന് നമുക്കങ്ങ് കെട്ടിക്കാം. ഇങ്ങനെ ഇനി നിർത്തിയാ ഉടനെ ഒരു കുഞ്ഞിക്കാല് കാണേണ്ട വരും. അത് ശരിയാ ഇച്ചായൻ പറഞ്ഞ്. നീ എന്തായാലും കിടക്കാൻ നോക്ക്. ആ ഇച്ചായ. ഓ എന്റെ ശ്രീ, നീ എന്തിനാ എല്ലാം വിളിച്ചു പറഞ്ഞു? ചിരിച്ചോ എന്നെ കൊന്നില്ലെന്നേ ഉള്ളവര്. ഐ ലവ് യു ഇച്ചായ. അതും പറഞ്ഞ് തനുവിൻ്റെ ഉള്ള ബോധം അങ്ങ് പോയി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഐ ലവ് യു ഇച്ചായ. ഇച്ചായനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. എന്നെ വിട്ടങ്ങും പോകല്ലേ. എല്ലടാ, നിന്നെ വിട്ട് ഞാൻ എങ്ങും പോകില്ല, പ്രോൺസ്. അതും പറഞ്ഞ് നെറ്റിയിലൊരു ഉമ്മയും കൊടുത്ത് വിക്ടർ അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. ബട്ടർഫ്ലൈസ്, അപ്പോൾ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.